സുധിച്ചേട്ടൻ്റെ കൂടെ കിടന്നുണ്ടാക്കിയെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ, അല്ലാതെ മാറ്റമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു നമ്മൾ സെക്സ് ചാറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എനിക്കുണ്ടായ ഒരു മകനുണ്ട് അത് ശരിയാ, ഞാൻ കണ്ടായിരുന്നത്. മകനുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര തെണ്ടിത്തരമാണ് അതൊക്കെ പറയുന്നത്. സുധിച്ചേട്ടനെ അത്രയ്ക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആണ് രേണു. ആ ഒരു സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുവിന്റെ. ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും. ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്, പൊന്നുപോലെ സ്വീകരിച്ചോളാം. ഞാൻ ദൈവം സഹായിച്ച് ഒരു കൊച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കാനുള്ളൊരു ഗഡ്സ് ഒക്കെ എനിക്ക് പായി. ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞപ്പോ അത് ആ കൊച്ചിന്റെ ഒരു അവസ്ഥയെ ഒരിക്കലും ഒരു അമ്മ വന്ന് പറയത്തില്ല. എത്രയോ പിള്ളേർ ഉണ്ടാകാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്. ഈ കിടപ്പാടം ദാനം തന്നു തന്നെ പറയുന്നതാണല്ലോ. ഈ ഒരു കിടപ്പാടം തന്ന ആൾക്കാരെ എത്രത്തോളം ബഹുമാനിക്കണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വന്നിരുന്ന എല്ലാം വിളിച്ചു പോകേണ്ടത്. അവരോട് പേഴ്സണലി വിളിച്ച് പറയാം, ഞങ്ങളുടെ വീടിന് ചോർച്ചയുണ്ട്. അദ്ദേഹത്തിനൊക്കെ എന്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലേലും അപ്പന്റെ അത്ര പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർത്തോണം. ബിഷപ്പ് നോബൽ ഫിലിപ്പിന് വാക്കിന് വ്യവസ്ഥയില്ലാത്ത അപ്പ വിഷയങ്ങൾ മാറ്റി പറയുന്ന വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റി പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒറ്റ തീരുമാനത്തിലും ഒറ്റ കാര്യത്തിലും ഉറച്ചു നിൽക്കുക, പല രീതിക്കുള്ളത് പറയുക, പല പല സംസാരങ്ങൾ സംസാരിക്കുക. ഒന്നും അഹങ്കാരം കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അഹങ്കാരം ഒന്നും പാടില്ല പെണ്ണുങ്ങൾക്ക്. സുധിച്ചേട്ടൻ ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. പുള്ളി സ്റ്റാറ്റസിനൊക്കെ എനിക്ക് റിപ്ലൈ ഒക്കെ തരും. അപ്പൊ കുട്ടാന്നൊക്കെ പുള്ളി വിളിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം കൊടുത്തതിന്റെ പകുതി പൈസ എനിക്ക് തിരിച്ചു തന്നു. പകുതി പൈസ തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇട്ട് തരാം, അതുകൂടാതെ എനിക്ക് കുറച്ച് പൈസ കൂടി തരണമെന്ന് പറഞ്ഞു. ഇതേ ഇവിടെ വാവൂട്ടിനുണ്ട്, വാവൂട്ടിൻ്റെ കൊടുക്കാമെന്നും പറഞ്ഞാൽ രേണുവിൻ്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിക്കുക, കുഞ്ഞിന് പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല, അകപ്പാടെ പെട്ടിരിക്കാൻ, ഇനി എന്തൊരു ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞു. അതിനുശേഷം തിരിച്ച് പൈസ ചോദിച്ചപ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന വീഡിയോകൾ ഇറങ്ങും. രേണുസുതി അടക്കം നിങ്ങളെ കാണിച്ചു തരാടാ, നീ എന്തിനാടാ എന്നോട് പൈസ തിരിച്ചു വെക്കണേ, എനിക്ക് ഉള്ളപ്പോൾ തരും, നീ ആരാന്നൊക്കെ അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗത്തിൽ ചോദിക്കുന്നു. രേണുവിന്റെ ക്യാരക്ടർ ഞാൻ പറയില്ല, എന്റെ ക്യാരക്ടർ ഞാൻ പറയാം. ഞാൻ ഇതേ ഒരു ഫീൽഡ്, ഈ രേണു വന്ന് അതേ വഴി സഞ്ചരിച്ച് വന്ന ഒരാളാണ് ഞാൻ. രേണുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇപ്പൊ യൂട്യൂബ് ചാനൽ, അതേപോലെ ഒരു യൂട്യൂബിൽ 1 or 2 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ആ കൊച്ചിന്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമോ, ആ വീട്ടിൽ പുല്ല് പറിക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീഡിയോയോ, കൊച്ചിനെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വീഡിയോ, ഇത് ചെയ്തിട്ട് ഞാൻ 10 പൈസ ഉണ്ടാക്കാൻ ഞാൻ നോക്കുള്ളൂ. എനിക്ക് എന്തൊക്കെ അഹങ്കാരം കാണിക്കാം? എനിക്ക് നല്ല രീതിക്ക് അഹങ്കാരം കാണിക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ വന്നിട്ട് 2 മാസം 2 മാസം ആയിട്ടുള്ളൂ. ഞാൻ 5 വർഷമായി സോഷ്യൽ മീഡിയ കിടന്ന് ഉരുണ്ട് മറിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം ഫർണിച്ചർ കാര്യങ്ങളടക്കമുള്ള എല്ലാം അങ്ങ് ചേർത്തിട്ടുള്ള ഒരു 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഒരു വീടാണ് ഒരു പണം. അപ്പൊ അവർ അത്രയ്ക്കും അത് കഴിഞ്ഞിട്ട് അവർ ജീവിതകാലം മൊത്തം ആ വീടിന്റെ എല്ലാ മെയിൻ്റനൻസും അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ രേണുസുതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ 2ാം ചരമവാർഷികം നടന്ന ദിവസം കനത്ത മഴ പെയ്തപ്പോൾ മഴ പെയ്ത് ഞാൻ അവിടെ പോയതല്ലേ, ആ കുഞ്ഞു മനസ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർ ഫോൺ എടുത്താൽ പോലും ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ആ കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമാണ്. അപ്പം കിച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ രേണുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയെ കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. ഋതപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ അതിന്റെ ഒരു അവസ്ഥ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമസ്കാരം നിമിഷ. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്നുമല്ല, എല്ലാ യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, മൊത്തത്തിൽ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള ഒരാളാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു? ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ്? സെറ്റ് ആയിട്ട് പോകുന്നു. ലൈവ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതൊന്നുമില്ല. ഇല്ല, ഞാനിപ്പോ എന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, ഒരു യൂട്യൂബ് മറ്റേ ചാനലിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതിനൊക്കെ വിട്ടുമാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമുക്കൊരു ചാനൽ, യൂട്യൂബ് ചാനൽ ഉണ്ട് 4 പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോസ് അതും ഉണ്ട് 2-3 അപ്പൊ എല്ലാം കൂടി നമുക്ക് അതും ഇതും എല്ലാം കൂടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പാടാണ്. പിന്നെ സിനിമ സീരിയൽ അഭിനയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പേയ്മെന്റ് എനിക്ക് എന്റെ ചാനൽ വഴി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, അതല്ലാണ്ടുള്ള മെമ്പേഴ്സ് ഓൺലി സാധനങ്ങളുണ്ട്. മെമ്പേഴ്സ് ഓൺലി മാത്രമേ ഉള്ളൂ, അത് മെമ്പർഷിപ്പ് യൂട്യൂബിൽ, അതിന് മാത്രമേ ഉള്ളൂ. വേറെ കത്തി കയറേണ്ട വേറെ ഒന്നും ഇല്ല, വേറെ ആപ്പിലൊന്നും ഇല്ല. എന്തായിരിക്കും മെമ്പേഴ്സ് ഓൺലി ആളുകൾക്കുള്ള എന്തായിരിക്കും കൊടുക്കുന്നത് ഇതിനകത്ത്? എന്താ വേണ്ടേ? എന്തും കൊടുക്കുന്നാണോ? എന്തും കൊടുക്കും. അല്ല, സാധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. യൂട്യൂബിൽ മെമ്പർഷിപ്പ് ആണെങ്കിലും ഏത് സൈറ്റിലാണ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഴ്സ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അതെടുത്ത് കളയും, ചാനലും പോവും. ഒരുപാട് പേര് ചാനൽ അങ്ങനെ പോയിട്ടുമുണ്ട്. അല്ല, ഇപ്പം നിലവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടിമാരടക്കമുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രൈബേഴ്സ് ബട്ടൺ ഉണ്ടാക്കുന്നു, അതിലൂടെ വലിയൊരു വരും. നടിമാരടക്കം ഇപ്പം മറ്റേ ഓരോ സൈറ്റിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ടേക്കൊന്നും കയറിയിട്ടില്ല, ഞാൻ താഴെ നിൽക്കുന്നു. താല്പര്യമില്ല? ഇല്ല, എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലും അതുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം.
എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് എൻ്റെ കുടുംബത്തെ ചേർത്തോട് ഞാൻ പൊക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കങ്ങളിൽ അടുത്ത ദിവസം ഇതിൽ വൈറലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുതിയായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ലൈവില്, ഋതപ്പനെ ഏറ്റെടുക്കാന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് ഉണ്ടാകുന്നത്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭയങ്കര ഫാമിലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കൊച്ചി വന്ന് നിൽക്കേണ്ടി വന്നത്. അത് പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്, മക്കളുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് ചാലക്കുടിക്ക് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരമ്മ പോലും സ്വന്തം മക്കളെ നിങ്ങൾ നോക്ക്, നാട്ടുകാർ നോക്കുമെന്നും പറഞ്ഞ് ഒരിക്കലും വന്ന് പറയത്തില്ല. അത് എന്താ വെച്ചാൽ എന്നോടിപ്പോൾ ഞാൻ ആ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ലേഡീസ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേഡീസ് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ. അപ്പോൾ അതിൽ ലേഡീസ് വന്നിട്ടുണ്ട് പറയാം, ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും പറയാനിരുന്നൊരു കാര്യമാണ് നിമിഷ പറഞ്ഞതെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞത് വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുവിൻ്റെ. ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ എൻ്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും. ആ കുഞ്ഞു മനസ്സാണ് ഇപ്പോൾ അതുള്ളത്. ആ കുഞ്ഞു മനസ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർ ഫോൺ എടുത്താൽ പോലും ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമാണ്. അപ്പം കിച്ചുവിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ രേണുവിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയെ കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. ഋതപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ അതിൻ്റെ ഒരു അവസ്ഥ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എടുത്ത് നോക്കിക്കോളാൻ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എൻ്റെ മോൾ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മയുടെ കൂട്ടുകാരല്ലേ രേണു ചേച്ചി, ഈ രേണു ചേച്ചി എന്തൊക്കെയാ കൊച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞു, അമ്മ എന്നെയും എടുത്തോണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെ എൻ്റെ തന്നാൽ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. അല്ലേ, ഈ രേണുവായിട്ടുള്ള സൗഹൃദം എപ്പോഴായിരുന്നു ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനുള്ളപ്പോഴായിരുന്നു. സുധിച്ചേട്ടൻ ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിലുണ്ടായിരുന്നു, ടെമാർപ്പട എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്പറൊക്കെ സേവ് ചെയ്ത് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ ഒക്കെ തരുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്പറൊക്കെ സേവ് ചെയ്ത് പുള്ളി സ്റ്റാറ്റസിനൊക്കെ എനിക്ക് റിപ്ലൈ ഒക്കെ തരും. അപ്പോൾ കുട്ടാന്നൊക്കെ പുള്ളി വിളിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു അങ്ങനെ സംസാരിച്ച് എന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ പൈസ അങ്ങനെ കടം ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അത് ഏത് വർഷം, ഏത് കാലഘട്ടം ഓർക്കുന്നില്ല, ഒത്തിരി നാൾ മുന്നല്ലേ. എന്നാലും രേണുസുതിയൊക്കെ വിവാഹം കഴിച്ചുള്ള സമയത്ത് 6-7 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. രേണുസുതി ഉണ്ടപ്പോൾ ആദ്യത്തെ സമയത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ വിളിക്കുമ്പോൾ സുധിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു രേണു വന്നേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പേഴ്സണലി കാര്യങ്ങൾ ഞങ്ങൾ ഫോണിൽ വിളിച്ച് അങ്ങനെ സംസാരിക്കില്ല, വാട്സപ്പിലുള്ള മെസ്സേജാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്നോട്, മോൻ ഇതുപോലെ വയ്യ മോനെ. അപ്പോൾ ഏത് കൊച്ചാന്ന് എനിക്കറിയില്ല. മോന് വയ്യ, എനിക്ക് കുറച്ച് പൈസ സഹായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നും തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ, അപ്പോൾ നീ ഇല്ലയെന്ന് മാത്രം പറയില്ലെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഉള്ളത് അയച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടനോട് പറഞ്ഞു. ചേട്ടാ അപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് ചെറിയ തുക ഇട്ട് കൊടുത്തു. വലിയ തുകയൊന്നും അല്ലാട്ടോ പറഞ്ഞു, ചെറിയ തുകയാണ് പറയുന്നത്. അപ്പോൾ ചെറിയൊരു തുക ഇട്ട് കൊടുത്തു പുള്ളിക്ക്. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി കടായിട്ട് ചോദിച്ചാണോ? കടായിട്ടാ ചോദിച്ചത്. തിരിച്ചു തരാം, ഒരു മാസം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പൈസ ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് നന്ദിയിടാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം കൊടുത്തതിൻ്റെ പകുതി പൈസ എനിക്ക് തിരിച്ചു തന്നു. പകുതി പൈസ തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇട്ട് തരാം, അതുകൂടാതെ എനിക്ക് കുറച്ച് പൈസ കൂടി തരണമെന്ന് പറഞ്ഞു. ഇതേ ഇവരെ വാവൂട്ടിനുണ്ട്, വാവൂട്ടിൻ്റെ കൊടുക്കാമെന്നും പറഞ്ഞാൽ രേണുവിൻ്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിക്കുക, കുഞ്ഞിന് പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല, അകപ്പാടെ പെട്ടിരിക്കാൻ, നീ എന്തൊരു ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ രേണു പറ്റി സംസാരിക്കണം, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എടാ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, എന്തെങ്കിലും ആകപ്പാടെ ഞാൻ പെട്ടിരിക്കുക, എടാ ഒന്ന് സഹായിക്കുക, വേറെ ആരും ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കരഞ്ഞൊരു ഫീല് വന്നു. അപ്പം കൊച്ചിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി. അപ്പം ഞാൻ ആ പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്ദി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വോയിസൊക്കെ മെസ്സേജൊക്കെ അയച്ചു. പിന്നെ കണക്ഷനേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ആനന്ദരാഗത്തിന്റെ ആ ഒരു ഷൂട്ട് പൈസ തിരിച്ചു തന്നില്ലേ? ഇല്ല. അപ്പോൾ ഇല്ല. അതിനുശേഷമാണ് ഞാൻ ഈ ആനന്ദരാഗത്തിന്റെ ഷൂട്ടിന്റെ സെറ്റിൽ ഇരുന്നപ്പോഴാണ് സുധിച്ചേട്ടൻ മരിച്ച കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ മരിച്ചപ്പോൾ എനിക്ക് വരാനൊന്നും പറ്റില്ല, ഞാൻ ഷൂട്ടിലായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ സുധിച്ചേട്ടൻ്റെ നമ്പർ ആയിരുന്നല്ലോ എൻ്റെ കയ്യിൽ, ഇവളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ പുള്ളി നമ്പറൊക്കെ ബ്ലോക്കായി പോകും, അങ്ങനെയൊക്കെ ആയി തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്യാനൊന്നും നോക്കിയില്ല. അപ്പോൾ അതിനുശേഷം എന്താണ് ഒരു 2-3 മാസം മുന്നേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രേണു മെസ്സേജ് അയക്കുക, നിമിഷം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, ഒരുപാട് അന്ന് നീയേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നീ ഒരുപാട് അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുന്ന പൈസ ചോദിക്കാൻ വേണ്ടി, ആ പൈസ കടം ചോദിക്കാൻ വേണ്ടി ഒന്നും അല്ല കേട്ടോ ഞാൻ മെസ്സേജ് അയക്കുന്നതെന്നും പറഞ്ഞൊരു മെസ്സേജ് അവൾ എനിക്ക് അയച്ചു. അപ്പം ഞാൻ നല്ല കാര്യമാണ്, നീ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞു. അതിനുശേഷം എന്നോട് പറഞ്ഞു ഇതൊരു ദാസേട്ടൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്, റിലീസ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ നമ്പറൊക്കെ മേടിച്ചു, വാട്സപ്പിൽ ഹായൊക്കെ വിട്ടു, സേവ് ചെയ്തു. അതിനുശേഷം ദാസേട്ടൻ്റെ വർക്ക് ഇറങ്ങിയില്ല. ആ സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു, അവൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഞാൻ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു, ഇത്രയും ഒരു സപ്പോർട്ട് ഒരു ലേഡിക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കൂടുതലും പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം
ഈ പണ്ടത്തെ ലോകം പോലെയല്ല, പണ്ടത്തെ കാലഘട്ടം പോലെയില്ല. ഇപ്പം ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ലാതെ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും തന്നെ പെണ്ണുങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അപ്പം ഞാൻ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലിങ്കൊക്കെ എനിക്ക് കിട്ടുന്നു, നല്ല വർക്കായിരുന്നു, കണ്ട് നമുക്കൊക്കെ സന്തോഷമായി. അപ്പം അങ്ങനെ എന്നോട് ഈ ചരമവാർഷികം വന്നിട്ട്, രണ്ടാമത്തെ ചരമവാർഷികം വന്നപ്പോഴാണ്, അതിൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അധികം പേരൊന്നുമില്ല, നീ ഒന്ന് വരണം, അങ്ങോട്ട് വായോ, സുചേൻ്റെ നീ മരിച്ചപ്പോഴും വന്നില്ലല്ലോ, അപ്പം നീ വരണേന്ന് പറഞ്ഞു. ഞാൻ വരാടാന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തോ ഒരു വർക്കൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഇച്ചിരി എയറിലൊക്കെ പുള്ളിക്കാരി കയറാൻ തുടങ്ങിയായിരുന്നു. കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് ഏൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സെനിക്കറിയാം. കാരണം ഞാൻ അതേപോലെ ഒരു ഫീൽഡിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെതായ തന്നെ സ്റ്റാൻഡിൽ ഞാൻ വന്നൊരു വ്യക്തി കേട്ടോ. അല്ലാതെ ഞാൻ ഒരാളെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ കെട്ടിയവൻ തന്നെയാണ് എൻ്റെ ക്യാമറമാൻ, എൻ്റെ കെട്ടിയവൻ തന്നെയാണ് എൻ്റെ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ കഴിക്കുന്ന കൊച്ചു ഫോൺ, കൊച്ചു ക്യാമറയും കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഒരു എഫോർട്ടും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് നേരിടുന്ന ആ ഒരു ഫേസ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞു വിചാരിച്ചാൽ ഇതുപോലെ അവൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വേറെ ആരും ഇല്ല. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ടീംസുകളും പിന്നെ ഇവരുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്തോ പ്രാർത്ഥന എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ കണ്ടു, ഋതപ്പനെ കണ്ടു. അങ്ങനെ ഋതപ്പനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഋതപ്പനെ, നല്ല ആക്റ്റീവ് ആവാൻ എന്ന് വെച്ചാൽ പാട്ട് പാടും. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്തു, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊച്ചുങ്ങളെ പണ്ടേ മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പിള്ളേരൊക്കെ കാണുമ്പോൾ എനിക്കും കൊഞ്ചിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോരാൻ നേരമായപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. അതിനുശേഷം എന്താ പറയുക, ഈ ചരമവാർഷികത്തിന്റെ സമയത്ത് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. അവിടെ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ഡാൻസിൽ ആ ഞാൻ സമയത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അലൻ ജോസ് പെരേരയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പോന്ന് കഴിഞ്ഞിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് ഡാൻസ് കളിച്ചത്. ഞാൻ പെട്ടെന്ന് പോന്നായിരുന്നു, തിരിച്ചു പോന്നായിരുന്നു. അതിനുശേഷം ആ വിഷയത്തെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും കാര്യങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. അതൊക്കെ രേണുവിനോട് എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ പേഴ്സണലി ഒരു ടോപ്പിക് ഇല്ല. ജസ്റ്റ് വാട്സപ്പിൽ എന്തായാലും സ്റ്റാറ്റസ് കണ്ടാൽ അത് അങ്ങനെ കാണൽ കുറവാണ്. അവൾ എനിക്ക് വാട്സപ്പ് നോക്കൽ തന്നെ കുറവാണ്. ഒരു വോയിസ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാർ മെസ്സേജ് കാണുന്നത്. അപ്പോൾ അവൾ തന്നെ സ്റ്റാറ്റസ് എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയാനുള്ള ആൾക്കാർ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട, നേരിട്ട് കോൾ വിളിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അത്ര വർക്കൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയല്ലേ, നമ്മൾ എന്തിനാ വിളിച്ച് അവളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ തന്നെ തോന്നി. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു PRP എൻ്റെ തലങ്ങി എടുത്തായിരുന്നു. അപ്പോൾ എടുത്തപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിരുന്നു രേണുവിനെ ഒന്ന് കൊണ്ടുവരാമോ, അപ്പോൾ നമുക്ക് എന്താണെന്ന് ഹെഡിന് വേണ്ട മുടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ആ ബോഡി അവൾക്ക് ഇട്ട് കൊടുത്തിട്ട്, വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വാട്സപ്പിൽ കണ്ടോളൂല്ലോ, എപ്പോഴേലൊക്കെ കണ്ടോളൂല്ലോ എന്ന് ബോഡി ഇട്ട് കൊടുത്തിട്ട് അത് കണ്ടത് ഈ കഴിഞ്ഞ ദിവസം കണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഓപ്പൺ മൈൻഡിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല. ആ ജസ്റ്റ് അവിടെ ചെന്നപ്പോൾ കണ്ടു, സംസാരിച്ചു, വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് മരിക്കുന്നു, വിധവയാവുന്നു, അതിനുശേഷം കുറച്ച് കാലങ്ങളോളം അതിൻ്റെ വേദനകളും കാര്യത്തിലിരിക്കുന്നു. പിന്നീട് ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നു, മോഡലായിട്ട് വരുന്നു, ആർട്ടിസ്റ്റ് ആവുന്നു, തിരക്കേറിയ ജീവിതത്തിലേക്ക് പോകുന്നു. അത് ശരിക്കും എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. മറ്റുള്ളവർ ഇപ്പോൾ കൈനീട്ടി കാശ് മേടിക്കാൻ കഴിയാതെ അങ്ങനെ എല്ലായ്പ്പോഴും ജീവിക്കാൻ പറ്റില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഇപ്പോൾ കിട്ടിയെന്നാൽ പോലും അവർക്ക് കൈനീട്ടി മറ്റുള്ള അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, അതുപോലെ ഇളയ മകനെ നോക്കണം, ഈ സ്വന്തം കാര്യങ്ങൾ നോക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കും. രേണുവിൻ്റെ ക്യാരക്ടർ ഞാൻ പറയില്ല, എൻ്റെ ക്യാരക്ടർ ഞാൻ പറയാം. ഞാൻ ഇതേ ഒരു ഫീൽഡ്, ഈ രേണു വന്ന് അതേ വഴി സഞ്ചരിച്ച് വന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഒരു ആൽബം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ കിട്ടും. ആ ഒരു 2000 രൂപ കിട്ടി 1000 രൂപ വണ്ടി കാശ്, അല്ലെങ്കിൽ നമ്മുടെ അതിനുള്ള ഫുഡും അക്കോമഡേഷനും ഡ്രസ്സും ഒരെണ്ണം മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി 1000 രൂപയുള്ളൂ. ഈ 1000 രൂപ മതി ഒരു കുടുംബം ജീവിക്കാനായിട്ട്. ഒരു വർക്കല്ലല്ലോ കിട്ടുന്ന ഒരു മാസം. അല്ല, ഞാൻ പറയാ ഒരു വർക്കിന്റെ കാര്യം ഞാൻ പറയാ. ഇപ്പൊ നമുക്ക് തുടക്കത്തിലേ ഒന്നും വലിയ പേയ്മെന്റ് കിട്ടത്തില്ല. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആരും പറയത്തില്ല, ഞാൻ പറയാണ്. അപ്പം ചെറിയ ആൽബം ഒക്കെ ചെയ്താലും ചെറിയ പേയ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ചെറിയ പേയ്മെന്റ് കിട്ടുന്നതും ഈ പോക്ക് വരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ നിസ്സാര പൈസ കിട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് വന്നത്. വന്ന് നമുക്ക് 2000 രൂപ കിട്ടിയാലും 3000 രൂപ കിട്ടിയാലും ഇപ്പം 5000 രൂപ കിട്ടിയാൽ പോലും നമ്മുടെ കുടുംബം നോക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് ഞാൻ ചാനൽ തുടങ്ങി. ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സിനിമ അല്ലെങ്കിൽ സീരിയൽ ഇതൊന്നുമല്ല, അതിലും നല്ല പേയ്മെന്റ്, അതിലത്ത് കുറച്ച് എഫോർട്ട് എടുത്താൽ അതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നൈസായിട്ട് സിനിമയും ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. എനിക്ക് വർക്കുകൾ വരുന്നുണ്ട്, ആൽബം വരുന്നുണ്ട്, തമിഴ് സിനിമ വരുന്നുണ്ട്. അതൊക്കെ പിന്നെ ബിക്കിനിട്ട് അഭിനയിക്കണം, ഷോർട്സ് ഇട്ട് അഭിനയിക്കണം, അങ്ങനെ അതൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടേക്കാം. കാരണം എന്നെ മൊത്തത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ തുടങ്ങിയ നിമിഷാബിജ തുണിയില്ലാതെ നടക്കുക എന്നുള്ള ടോപ്പിക്കാണ് മൊത്തം. അന്ന് തുണിയില്ലാത്തൊരു ഫോട്ടോ തരാൻ പറഞ്ഞ ആരെയിലില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഒരു സൈബർ ബുള്ളിങ് നേരിട്ട വ്യക്തിയെ, അപ്പോൾ അവൾക്കൊരു താങ്ങായിട്ട് ഞാൻ അവിടെ ചെന്നു, രേണുവിൻ്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അവളെ കൂടെ താങ്ങായിട്ട് തന്നെ ഞാൻ നിന്നു. കുറച്ച് നേരം ഞാൻ ഇരുന്നു, ഞാനിങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതെൻ്റെ ക്യാരക്ടറാണ്, അതുപോലെ ആയിരിക്കില്ല അവളുടെ ക്യാരക്ടർ. ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ചല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും, ചിലപ്പോൾ 15,000 രൂപ 20,000 രൂപ
ആയിരിക്കാം ചിലപ്പോൾ മാസം വരുവാണ്. ആ 20,000 രൂപ വെച്ച് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് ഇവിടെ. ആ. അപ്പോൾ സ്വന്തം മകനെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ അവൾ ചെയ്തേക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. അത് അവളുടെ സ്വന്തം പ്രൈവസിയാണ്, അല്ലെങ്കിൽ അവളുടെ സ്വന്തം ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് പല ആൾക്കാരും എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ കൂട്ടുകാരി ഇത് ഇവിടെ എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഷെയർ ചെയ്യും. അപ്പം ഞാൻ അത് അവളുടെ ഇഷ്ടം. പക്ഷേ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിൽ നിന്നപ്പോൾ മോൾ എനിക്ക് ഇട്ട് തന്ന, അമ്മ ഇങ്ങനെ ഒരു ഇതുണ്ട് കൊച്ചിൻ്റെ കാര്യം പറയുന്നതെന്നും പറഞ്ഞ് എൻ്റെ മോൾ എനിക്ക് ഇട്ട് തന്നപ്പോൾ ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എത്ര തിരക്കാന്ന് പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക്. ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി അവർ അധ്വാനിക്കുന്നത്, ഒരു പണം ഉണ്ടാക്കുന്നത് ഒരു മകനെ നോക്കാനും അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാനാണ്. എന്നിട്ട് അതേ കുടുംബത്തെ നോക്കാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് മാന്യത എന്ന് പറയുന്നത്? അറിയില്ല അവൾ എന്താ അങ്ങനെ പറഞ്ഞെന്ന്. എനിക്ക് ചിലപ്പോൾ പക്വത കുറവാവാം, ചിലപ്പോൾ എന്താ പറയാ, എനിക്കറിയില്ല എന്താന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഇവക്ക് വരുന്ന കമന്റ് കണ്ടിട്ടാണ് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഒരമ്മ പറയില്ല, ഒരമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ച ഒരമ്മ ഒരിക്കലും വന്ന് പറയത്തില്ല എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. അമ്മയെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കെല്ലാം ജന്മം തരുന്ന അമ്മയാണല്ലേ. ഒരിക്കലും പറയില്ല, അത് 100% പറയത്തില്ല. പിന്നെ ഇത് ഏത് മൈൻഡിലാണ് പറഞ്ഞ് എന്താ പറയുന്നത് എനിക്കറിയില്ല. താങ്കൾ കഷ്ടപ്പെടുന്ന താങ്കളുടെ കുടുംബത്തിന് വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടുള്ള ബാക്കി എനിക്ക് എന്തും. അതേ കുടുംബത്തെ തള്ളി പറയാന്ന് പറഞ്ഞ തെറ്റല്ലേ? ശരി, തീർച്ചയായിട്ടും തെറ്റെന്ന് മാത്രം, ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, 5 പ്രാവശ്യം തെറ്റാണത്. അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. ഇപ്പൊ രേണുസുതി പല രീതിയിലും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇപ്പം വീടിന്റെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പറയട്ടെ സഹോ, ഇപ്പൊ അവര് വീട്ടിലിരുന്നിട്ട് അവർക്ക് പേഴ്സണലി പ്രശ്നം അവർക്ക് സംസാരിക്കുവാണെങ്കിൽ അത് അവിടെ കൊണ്ട് തീരുക. ഇത് പബ്ലിക് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടാണ് എൻ്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞത്. ആ ഏറ്റെടുത്തോ എന്ന് പറയുമ്പോഴത്തേനും ആ കൊച്ചത് കാണുമ്പോൾ ആ കൊച്ചിന്റെ അവസ്ഥ ഞാൻ ഏറ്റെടുത്തോളാം, അവൻ്റെ അമ്മയായിട്ട് ഞാൻ ഏറ്റെടുത്തോളാം. അവളെ കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഞാൻ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് ആ കൊച്ചിന്റെ പേരിലുള്ള ഒരു സാധനം വേണ്ട. ആ കൊച്ചിനെ ഇടുന്ന ഉടുപ്പിൽ എനിക്ക് തന്നാൽ മതി, ഞാൻ പൊന്നുപോലെ നോക്കിക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം. എൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം പറഞ്ഞിട്ട്. അതിൻ്റെ അടിയിൽ എൻ്റെ അനീത്തി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിമിഷേച്ചി ഒന്നും നോക്കണ്ട നിമിഷേച്ചി, അവനെ ഇങ്ങ് കൊണ്ടുവരും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ 2 മക്കള്, എൻ്റെ അനുജത്തി, ഹസ്ബൻഡ്, ഇത്രേ ഉള്ളൂ എൻ്റെ കുടുംബം. ഇത് കൊച്ചു കുടുംബമാണ്. പക്ഷെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നോട് ആ കൊച്ചിനെ ഇങ്ങനെ എടുത്തോണ്ട് വരും നമുക്ക് നോക്കിക്കോളാം. ഒരമ്മയും വന്ന് എത്ര തിരക്കാണേലും വന്നിട്ട് ഇതുപോലെ പറയാൻ പാടില്ല, ഇനിയാണേലും പാടില്ല. ഇപ്പോൾ സുധിച്ചേട്ടൻ എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു 2 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ രേണുസുതിയുടെ പല പരാമർശങ്ങളും അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിന്റെ മരണത്തെ പോലും ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള വേദന ഉണ്ടാകുന്ന കുറെ. ചേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, സുധിച്ചേട്ടനെ അത്രയ്ക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആണ് രേണു. ആ ഒരു സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. അവർ തന്നെ പറഞ്ഞാണ്, അതായത് ഞാൻ ഒരു നമ്മൾ സെക്സ് ചാറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എനിക്കുണ്ടായ ഒരു മകനുണ്ട്, അത് ശരിയാണ്, ഞാൻ കണ്ടായിരുന്നത്. മകനുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര തെണ്ടിത്തരമാണ് അതൊക്കെ പറയുന്നേ. എന്താണ് ഇതെന്ത് വൃത്തികെട്ട ലാംഗ്വേജാ യൂസ് ചെയ്യണമെന്ന് വന്നിരുന്നിട്ട്. ഞാൻ ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ലൈവിൽ ഞാൻ ചെന്നിരിക്കുമ്പോഴത്തേനും എൻ്റെ മറ്റേത് കാണിക്കുക, അത് കാണിക്കും, ഇത് കാണിക്കുന്നു പറഞ്ഞ ആൾക്കാർ വരും. ഞാൻ നല്ല തെറി ഞാൻ പറഞ്ഞു വിടാറുണ്ട്. ഉള്ള കാര്യം തന്നെ, ഞാൻ ഉള്ളത് പറയുന്ന, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല ചീത്ത പറഞ്ഞു വിടും. അതെന്താ, അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തരുന്നോണ്ടാ. അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് തരുന്നോ തിരിച്ച് ഞാൻ അതേ കൊടുക്കത്തുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് സ്നേഹം തന്നാൽ ഞാൻ തിരിച്ച് സ്നേഹം അതേ കൊടുക്കത്തുള്ളൂ. ഇത് വൈവർ ഗുട്ടല്ലേ, പുള്ളിക്കാരിയല്ലേ ചോദിച്ചേ, പുള്ളിക്കാരി മാന്യമായാ ചോദിച്ചത്. സുധിച്ചേൻ്റെ കൂടെ കിടന്നുണ്ടാക്കിയെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ, അല്ലാതെ മാറ്റമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. കിടന്നുണ്ടാക്കാവുന്ന തന്നെ അതൊരു സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒരു അത് ജീവനോടില്ലാത്തൊരു ഭർത്താവ്. എനിക്കറിയാൻ പറ്റും എൻ്റെ കൂടെ എൻ്റെ കെട്ടിയവൻ ഉണ്ടായിട്ട് ഞാൻ നേരിടുന്ന ഓരോ കമന്റുകൾ. അപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്ത അവളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ അറിയിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുക. ഒന്ന് താന്നൊക്കെ കൊടുത്തെന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദാസേട്ടൻ്റെ വർക്ക് ഇറങ്ങി, അതുകൂടെ പ്രജീഷിൻ്റെ വർക്കൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല സപ്പോർട്ടായി നമുക്ക്. പിന്നെ ഉള്ള ചാനലുകാർ മൊത്തം അതും ഇതൊക്കെ എടുത്ത് വാരി അവനെ ഇങ്ങനെ ഇങ്ങനെ മോന്ത ഇവിടത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇപ്പം എന്താ പറയുക, ഒരു മാതിരി മൊത്തം കുഴന്ന് ചക്കപ്പുഴുക്ക് കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. ശരിക്കും സങ്കടവും സഹതാപവും തോന്നുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ താങ്കളുടെ സ്വയപ്രയത്നം കൊണ്ട് താങ്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, 4 അക്കൗണ്ട് ഉണ്ട്. അത് തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രേണുസുതി പല പരാമർശങ്ങൾ നടത്തി, വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് ഒരു തീരുമാനം ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ രേണുവിന്റെ ഒരു കാര്യത്തിൽ എൻ്റെ മൈൻഡ് വെച്ച് ഞാൻ പറയാം, രേണുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ അതേപോലെ യൂട്യൂബിൽ 1 or 2 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ആ കൊച്ചിൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമോ, ആ വീട്ടിൽ പുല്ല് പറിക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീഡിയോയോ, കൊച്ചിനെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വീഡിയോ, ഇത് ചെയ്തിട്ട് ഞാൻ 10 പൈസ ഉണ്ടാക്കാൻ ഞാൻ നോക്കുള്ളൂ. എനിക്ക് എന്താന്ന് വെച്ചാല്, അഭിനയം എന്ന് പറഞ്ഞാല് അത്ര വലിയ ആക്രാന്തം പിടിച്ച ഒരാളല്ല ഞാൻ. എനിക്ക് നല്ല വർക്കുകൾ വന്നാൽ ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ ഇതുപോലെ ഇരിക്കുന്ന ഒരാളായി എനിക്ക് എത്രത്തോളം സിനിമകൾ സീരിയലുകൾ ഒക്കെ വരും, ഇഷ്ടംപോലെ വന്നിട്ടും ഉണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, ഞാൻ എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് തെറിവിളിയോട് തെറിവിളിയാ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒജ്ജാതി തെറി, പെറ്റതള സഹിക്കാത്ത തെറി. ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഇപ്പൊ രേണുസുധിയുടെ വസ്ത്രധാരണത്തെയോ അല്ലെങ്കിൽ അവരുടെ ശരീര പ്രദർശനത്തെയോ ഇതൊന്നും മറ്റാരും സോഷ്യൽ മീഡിയയിൽ ചില ഒരു വിഭാഗം ചെറിയ ആളുകൾ അല്ല ഒരിക്കൽ പോലും ഇപ്പൊ റിവ്യൂ പറയുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരും തന്നെ കളിയാക്കുന്നില്ല. പക്ഷെ അവർ പറയുന്ന ചില വാക്കുകൾ ഇപ്പൊ അവർക്ക് വീട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരെ പച്ചക്ക് മോശം പറയും. അത് തെമ്മടുത്തം തന്നെയാണ്, അത് പറയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാൻ വാടകയ്ക്ക് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയാം. ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ 32 വീടോളം വാടകയ്ക്ക് ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ 5 വർഷമായാലും സോഷ്യൽ മീഡിയ വന്നിട്ട് റബ്ബർ വെട്ടുകാരാ ഞാനും എൻ്റെ കെട്ടിനും എൻ്റെ അച്ഛനും റബ്ബർ വെട്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് റബ്ബറിന് വില ഇടിഞ്ഞു, ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അതിനുശേഷം റബ്ബറിന് വില ഇടിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ താമസിച്ചുള്ള സ്ഥലം ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. ആ സ്ഥലം ഞങ്ങൾ വിറ്റു. എന്നിട്ട് ഞങ്ങൾ വാടകയ്ക്ക് മാറി. നേരെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് മക്കളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്ത് നേരെ കൊച്ചിക്ക് വരുവാൻ. കൊച്ചിയിൽ വന്നിട്ട് ആലുവയിൽ വന്നിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ വന്ന് കിടക്കുന്ന കാര്യം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞു തന്നാ. എന്നെ ഒരു ഞങ്ങളുടെ ജീവിതം ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ പിടിച്ചു കയറ്റിയത് ഒരു ട്രാൻസ്ജെൻഡറാണ്. ആ പുള്ളി ഇപ്പോഴും ജീവനോടുണ്ട് കേട്ടോ. ആ പുള്ളി പൈസ തിരിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്ജെൻഡർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ആലുവയിൽ ആ വീട് എടുക്കാൻ പറ്റിയതും ഞങ്ങൾ അവിടെ നിന്നതും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇവിടേക്ക് താമസം പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ റെൻറ്റിനാണ് നിൽക്കുന്ന ഈ വീട്. പിന്നെ റെൻറ്റിൻ്റെ അടവ്, അതുപോലെ തന്നെ വണ്ടിയുടെ വാടക, ഇതെല്ലാം നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനത്തിൽ സക്സസ് ആയിട്ട് പോകുന്നു. ഇനി നമുക്ക് എപ്പോഴാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ആരുടെയും കാല് പിടിക്കാതെ, ആരുടെയും മുഖം കാണാതെ, ഒരുത്തൻ്റെയും അടിമയായിട്ട് നിൽക്കാതെ നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട്, അതിനകത്ത് ഇപ്പം ചിലപ്പോൾ ഇച്ചിരി ഡ്രസ്സ് കുറയും, അല്ലെങ്കിൽ ഇച്ചിരി എക്സ്പോസ് കാണിക്കേണ്ടി വരും. പക്ഷെ ഒരു കുടുംബം സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് വീടിന്റെ പ്രശ്നമാണ്. വീട് ചോർച്ചാണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. ദാനം തന്നു, നമ്മുടെ ദാനം തന്നു എന്ന് ഒരുപാട് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നു. ദാനം തന്നാണെന്ന് ഒരുപാട് ആൾക്കാർ പറയേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കുടുംബത്തിന് താങ്ങായിട്ട് അവർ തന്നൊരു വീടാണ്. ഇപ്പോൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ കിടപ്പാടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ വാടകയ്ക്ക് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് അറിയാം. ഇപ്പം ഇവിടെ നിന്ന് നമ്മളൊന്ന് മാറേണ്ടി വന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്രയും റിസ്ക്കാണ്. അപ്പോൾ ഒരു വാടക കൊടുക്കാതെ, ഒരു വാടക പോലും കൊടുക്കാതെ, അത് നല്ല അത്യാവശ്യം നല്ല വീട്, ഞാൻ പോയി കണ്ട വീടാണ്, അത്യാവശ്യം നല്ലൊരു വീടാണ്, എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഷെൽഫ് കാര്യങ്ങളൊന്നും ഇല്ല, മുറി ഒരു അലമാര മാത്രമേ. അതിന് KHDC ഞാൻ വിശദീകരണം തരാം. KHDC പറഞ്ഞതെന്ന് സാധാരണ അവരെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പറയാം. അതായത് KHDC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്ന് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അവർ പറഞ്ഞാൽ അവർ സാധാരണ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ചെറിയ ഹാളും ഉള്ള ഒരു വീടാണ് സാധാരണ പാവപ്പെട്ടവർക്ക് പണി പറയുന്നത്. ഇതിന് മുന്നേ 4 വീടുകളോളം പണിത് കൊടുത്ത് അങ്ങനെയാണ്. ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കൊല്ലൻ സുധിയുടെ മക്കൾക്ക് വേണ്ടി അവർ പണിയുമ്പോൾ അവർ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടന, ഒരു കൂട്ടായ്മ ഒരു സാധനം പണിത് കൊടുക്കുമ്പോൾ അവർക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പണിയുന്നത്. അവർ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള 3 മുറികളുള്ള, ബാത്റൂംസ് കാര്യങ്ങളുള്ള, അത്യാവശ്യം ഫർണിച്ചർ കാര്യങ്ങളടക്കമുള്ള എല്ലാം അങ്ങ് ചേർത്തിട്ടുള്ള ഒരു 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഒരു വീടാണ് അവർ പണി കൊടുത്തത്. അപ്പൊ അവർ അത്രയ്ക്കും അത് കഴിഞ്ഞിട്ട് അവർ ജീവിതകാലം മൊത്തം ആ വീടിന്റെ എല്ലാ മെയിൻ്റനൻസും അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം ഇപ്പം എന്താ പറയാ, അത്രയും നല്ല, ഞാൻ പോയി കണ്ട വീടാണ്, നല്ല വീടാണ്, നല്ല ഐശ്വര്യമുള്ള ഒരു വീടാണ്. റോഡ് സൈഡും അത്രയും, റോഡ് സൈഡിൽ എന്ന് പറയാൻ പറ്റിയ അത്യാവശ്യം വണ്ടി ആ പ്രോപ്പർട്ടിയിൽ അത്രയുള്ള സ്ഥലങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിന് സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് അതിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത്. ഇവിടെയാണ് രേണുസുധി താമസിക്കുന്നത്. അങ്ങനെയല്ലേ? അതെ. അപ്പം വീടൊക്കെ നമ്മൾ പോയി കണ്ട വീടാണ്, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും. ചോർച്ച ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അന്ന് അവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. അന്ന് ഫുള്ള് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് മഴ പെയ്യാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. നമ്മൾ പിന്നെ അറിയുന്നില്ലല്ലോ ഈ ചോർച്ചയുടെ കാര്യം പറഞ്ഞിങ്ങനെ വരുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ വീടൊക്കെ നോക്കിയപ്പോൾ നല്ല സൗകര്യമുള്ള വീടാണ്. ഇത് ഇങ്ങനെ പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ 2ാം ചരമവാർഷികം നടന്ന ദിവസം കനത്ത മഴ പെയ്തപ്പോൾ, അയ്യോ ഇത് മഴ പെയ്ത് ഞാൻ അവിടെ പോയതല്ലേ, ഞാൻ പോകുന്ന കഴിഞ്ഞ് മഴ പെയ്തെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയോ 1 മണി 2 മണി 1 മണി 2 മണിക്ക് ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് കയറി വരണത് ഫുഡും കഴിച്ചിട്ട്. ആ വരുന്നോളം വരെ നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല വെയിലത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ആ വെയിലത്തുള്ള വീഡിയോ. വെയിലത്ത് ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതെ ഞങ്ങൾ കാല് ചെരുപ്പം കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കാല് പൊള്ളുമായിരുന്നു. അതിനുശേഷം ഇനി മഴ പെയ്തൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്നുള്ള നിരവധി വീഡിയോകളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലുള്ള മീഡിയ ചാനൽ, ഓൺലൈൻ മീഡിയക്കാരുടെ അടക്കം വരാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയിൽ പോലും മഴയില്ലായിരുന്നു. പക്ഷെ ആ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കാനുണ്ടായ സാഹചര്യം, അന്ന് പെയ്ത മഴയിൽ അവർക്ക് വെള്ളം അവരുടെ മേത്ത് വീണു. മഴ പെയ്തിട്ടില്ലെന്നില്ലേ, ഞാൻ പോയൊരു വ്യക്തിയാണ്. ഉച്ച വരെ പെയ്തിട്ടില്ല. ഉച്ച കഴിഞ്ഞിട്ട് കാര്യം എനിക്കറിയില്ല. ഉച്ച വരെ മഴ പെയ്തിട്ടില്ല. ഞാൻ പോരുന്നോളം വരെ മഴ പെയ്തിട്ടില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് എനിക്കറിയില്ല കേട്ടോ. ഉച്ച വരെ മഴ പെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നല്ലോ, പിന്നെ എനിക്കറിയത്തില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ മഴ ചാറിയായിരുന്നു.
നമ്മൾ ആ വഴി വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ ചാറിയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പെയ്തോന്ന് എനിക്കറിയത്തില്ല, ഉച്ച വരെ പെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, ബാക്കി മഴ ചാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തല്ലേ താങ്കൾ പോകുന്ന വഴിക്ക് തന്നെ പോകുന്നത് ഒരു ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുക, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെറുതായിട്ട് മഴ ചാറിയായിരുന്നു, ചാറ്റിൽ മഴ. ഇപ്പോൾ ഇതുപോലെ തന്നെ വീടിന്റെ പ്രശ്നം പറഞ്ഞു, അതിന് തന്നെ ഇപ്പോൾ നോബൽ ഫിലിപ്പ് ബിഷപ്പ് ഞാൻ പറയട്ടെ, ഒരു പുരോഹിതൻ, അച്ഛൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ഞാൻ പറയാ, ഞാൻ എൻ്റെ അച്ഛനെ ബഹുമാനിക്കും, എൻ്റെ അമ്മയെ ബഹുമാനിക്കും, എൻ്റെ ഹസ്ബൻഡിനെ ബഹുമാനിക്കും, എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, അത് ഞാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹത്തിന് എത്രത്തോളം ബഹുമാനിക്കണം. ഈ കിടപ്പാടം ദാനം തന്നു തന്നെ പറയുന്നതാണല്ലോ, ഈ ഒരു കിടപ്പാടം തന്ന ആൾക്കാരെ എത്രത്തോളം ബഹുമാനിക്കണം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വന്നിരുന്നല്ല വിളിച്ചു പോകേണ്ടത്, അവരോട് പേഴ്സണലി വിളിച്ച് പറയാം, ഞങ്ങളുടെ വീടിന് ചോർച്ചയുണ്ട് സാർ, ഇത് മാറ്റിത്തരാം, നിങ്ങൾക്ക് പറ്റുമോ, അതല്ലേ വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഇതിന് ഇടയിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ താജുദ്ദീനോ, എനിക്ക് അവരൊന്നും അറിയില്ല, അദ്ദേഹത്തിനൊക്കെ എൻ്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും അപ്പൻ്റെ അത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർത്തോണം. അപ്പൻ്റെ അത്രയും ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും അവളെക്കാട്ടി മൂത്തല്ലേ. തന്തയ്ക്ക് എന്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന് വാക്കിന് വ്യവസ്ഥയില്ലാത്ത അപ്പൊ വിഷയങ്ങൾ മാറ്റി പറയുന്ന വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റി പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒറ്റ തീരുമാനത്തിലും ഒറ്റ കാര്യത്തിലും ഉറച്ചു നിൽക്കുക. എനിക്ക് ആ കുട്ടിയുടെ സഹതാപം തോന്നുക. കാരണം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് അവള്, അല്ലെങ്കിൽ ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം നല്ല പവർഫുൾ ലേഡിയാണ്. പക്ഷെ ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക, മാറ്റി പറയാതെ ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക. ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കളോട് കടം മേടിച്ചു, അവസാനം മേടിച്ച പൈസ തിരിച്ചെന്നില്ലാന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി സമയത്ത് അദ്ദേഹം പണം ചോദിച്ച വീഡിയോയും വോയിസുകളും അതിനുശേഷം തിരിച്ച് പൈസ ചോദിച്ചപ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന വീഡിയോകളടക്കം രേണുസുതി അടക്കം നിങ്ങളെ കാണിച്ചു തരാടാ, നീ എന്തിനാടാ എന്നോട് പൈസ തിരിച്ചു ചോദിക്കണേ, എനിക്ക് ഉള്ളപ്പോൾ തരും, നീ ആരാന്നൊക്കെ അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗത്തിൽ ചോദിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളോടും ബാക്കിയുള്ളവരും കടം മേടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ പൈസ നമുക്ക് ഉള്ള പോലെ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കാം. ഇപ്പൊ ഇല്ലെങ്കിൽ 500 ഉള്ളെങ്കിൽ 1000 മേടിച്ച് 500 ഉള്ളെങ്കിൽ അത് കൊടുത്തേക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളോട് കടം മേടിച്ചാലും ആ കറക്റ്റ് ഡേറ്റിന് ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കടം ചോദിക്കല് വാങ്ങല് പൈസയുടെ ഡീലിംഗ് തന്നെ കുടുംബക്കാരല്ലാതെ വേറെ നാട്ടുകാരോട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളുമാണ്. അപ്പം ദൈവം സഹായിച്ച് അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആരുടെ മുന്നിൽ പോയി കൈ നിൽക്കാനുള്ള ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം അതൊക്കെ ഈ പല രീതിക്കുള്ളത് പറയുക, പല സംസാരങ്ങൾ സംസാരിക്കുക, ഒന്നും അഹങ്കാരം കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര അഹങ്കാരം ഒന്നും പാടില്ല പെണ്ണുങ്ങൾക്ക്. എനിക്ക് എന്തൊക്കെ അഹങ്കാരം കാണിക്കാം, എനിക്ക് നല്ല രീതിക്ക് അഹങ്കാരം രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഞാൻ 5 വർഷമായി സോഷ്യൽ മീഡിയ കിടന്ന് ഉരുണ്ട് മറിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരാളെയും ഇതിലെ പോകുന്ന ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ എന്താ പറയാ വലിയ വൈറലാകുന്ന കണ്ടന്റുകൾ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഏറിയയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ കണ്ട ആണുങ്ങളെ കൂടെ ഒരു വീഡിയോ ഞാൻ പോയി ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം സ്റ്റാൻഡിൽ എൻ്റെ ചാനലിന്റെ പേര് നിമിഷ ബിജോ എന്ന് പറയുന്ന എൻ്റെ പേര് ഞാനൊരു ബ്രാൻഡ് ആക്കി എടുക്കുക ചെയ്തത്. അത് നല്ല എഫോർട്ട് ഉണ്ട്. ആരുടെയും കാല് പിടിക്കാനും പോയിട്ടില്ല. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ടൊക്കെയാണ് ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു തുടങ്ങിയത്. എനിക്ക് ഈ ലൈവിലൊക്കെ ചെല്ലുന്ന എൻ്റെ കാര്യങ്ങൾ ഞാൻ ഡെയിലി പറയുന്നതാണ്. എൻ്റെ ജീവിതം എൻ്റെ ലൈവിലുള്ള ജീവിതമാണ്. ചേച്ചി ഇന്ന് എന്താ കഴിച്ചത്, ഇന്ന് എന്നെ കറി കഴിച്ചു, ഇന്ന് അവിടെ പോയി അങ്ങനെ എല്ലാ ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, നമ്മളൊരു വീഡിയോ എടുത്തില്ല ഇന്നൊന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുക, തുടർച്ചയായി പല രീതിയിൽ പല വാക്കുകൾ പ്രയോഗിക്കുക, ഇപ്പൊ പലരെയും സഹായിച്ചവരെ വേദനിപ്പിക്കുക. അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര മോശമാണ്. ഇത് താങ്കൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇപ്പൊ ഒരു സഹോദരി എന്ന നിലയിലായിരിക്കും തുറന്നു പറഞ്ഞു. പക്ഷെ നാളെ നിങ്ങളെയും ഇതിനു വേണ്ടി ചീത്ത വിളിച്ചേക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെ നേരിടാൻ പോകും? എന്നെ ചീത്ത വിളിക്കാനായിട്ട് ഞാൻ അവൾക്ക് ഒരു ദ്രോഹം ചെയ്ത ഒരാളല്ലല്ലോ. എന്റെ കൂട്ടുകാരിയാണ് അവള്. ഞാൻ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല, ഞാൻ അവളും തമ്മിൽ തല്ലിയിട്ടില്ല. ഇവള് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞു എന്റെ കൊച്ചിനെ നിങ്ങൾ ആരും ഏറ്റെടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്, പൊന്നുപോലെ സ്വീകരിച്ചോളാം. ഞാൻ ദൈവം സഹായിച്ച് ഒരു കൊച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കാനുള്ളൊരു ഗഡ്സ് ഒക്കെ എനിക്ക് പായി. നേരത്തെയാണ് ഞാൻ പറയത്തില്ല, ഇപ്പൊ ഞാൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും ഉണ്ട്. എൻ്റെ മക്കൾ അത്യാവശ്യം അറിവായ പിള്ളേരാ. അപ്പൊ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറയാം, അമ്മ അവനെ വിളിച്ചോണ്ട് അമ്മ നമുക്ക് നോക്കാമെന്ന്. പിന്നെ ഈ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോയി നോക്കുന്ന എന്താ കുഴപ്പം? ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോലും അവനെ ഞാൻ കാണിക്കൂല. അവന് എൻ്റെ വീട്ടിൽ സേഫ് ആയിരിക്കും. അവന് ഒരു കുറവും ഒരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ നോക്കിക്കോളും. സോഷ്യൽ മീഡിയ ഞാൻ ഇട്ട് കൊടുക്കത്തുമില്ല. ഋതപ്പൻ എന്തേ, അവൻ സുഖമായിട്ടിരിക്കണു, ഇത്ര മാത്രമേ ഞാൻ പറയൂ. ഞാൻ എൻ്റെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്കിത് വൈറലാവേണ്ട ആവശ്യമില്ല. നിമിഷ ബിജോയ്ക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ഋതപ്പന്റെ പേരെടുത്തിട്ട് ആവശ്യമില്ല, അല്ലേ? ആണോ അല്ലേ? അപ്പൊ എനിക്ക് വൈറലാകണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് 2 പാവാടി ഇട്ട് ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് ഞാൻ നാളെ വൈറലാ, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കുളത്തിൽ പോയി ചാടി ഞാൻ വൈറലാ. എനിക്ക് ഋതപ്പന്റെ പേരെടുത്തിട്ട് ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അത് ആ കൊച്ചിന്റെ ഒരു അവസ്ഥയും
ഒരിക്കലും ഒരു അമ്മ വന്ന് പറയത്തില്ല. എത്രയോ പിള്ളേർ ഉണ്ടാകാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്, അതെ. എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യം ഇല്ല.